യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ദൈവവചന ഭാഗത്ത് കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ജോൺ മരിയ വിയാനിയെ കുറിച്ചാണ്. ആഗസ്റ്റ് 4-ാം തീയതി ഇടവക വികാരിമാരുടെ മധ്യസ്ഥനായിട്ട് സകല പുരോഹിതരെയും മധ്യസ്ഥനായിട്ട് ദൈവം ഉയർത്തിയ ഒരു വ്യക്തിയാണ് ജോൺ മരിയ വിയാനി. നിരന്തരമായ ദൈവ ആശ്രയബോധവും ദൈവഭക്തിയും തീക്ഷ്ണതയും കൊണ്ട് ജ്വലിക്കുന്ന ഒരു പുരോഹിതനായിരുന്നു ജോൺ മരിയ വിയാനി. ചെറുപ്പം മുതലേ ഭക്തിയിലും ദൈവസ്നേഹത്തിലും നിറഞ്ഞ് അങ്ങനെ നീണ്ട മണിക്കൂറുകൾ കൂദാശകൾ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും തളരാതെ ദൈവാശ്രയബോധത്തിൽ ദിവ്യകാരുണ്യത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി ത്യാഗപൂർണമായി പ്രാർത്ഥിക്കുകയും അങ്ങനെ കുമ്പസാരവും വഴി ഒത്തിരി വ്യക്തികളെ, ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടുകയും ചെയ്ത ജോൺ മരിയ വിയാനിയുടെ മാതൃക നമുക്ക് വളരെ പ്രചോദനകരമായ ആണ്. ക്രിസ്തുവിൻ്റെ വിവിധ ദൗത്യത്തിലുള്ള പങ്കുചേരലാണ് പൗരോഹിത്യമെന്ന് ജോൺ മരിയ വിയാനിയുടെ ജീവിതത്തിലൂടെ നമുക്ക് കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യം ഈ ഭൂമിയിൽ നിർവഹിക്കാനായിട്ട് കാരുണ്യ പ്രവർത്തികൾ, അജപാലനം മുതലായവ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ക്രിസ്തുവിൻ്റെ തുടർച്ചക്കാരനാണ് ഈ ലോകത്തിലെ ഓരോ പുരോഹിതനും. യേശുവിൻ്റെ പുരോഹിത പ്രവാചക രാജകീയ ധർമ്മങ്ങളിൽ പങ്കുചേരുകയും അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്ന, ദൈവത്താൽ ഐക്യപ്പെടുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം രൂപപ്പെട്ടുകൊണ്ട് വേണം ഓരോ വൈദികനും ഈ ഭൂമിയിൽ ആയിരിക്കാൻ എന്നുള്ള ഒരു മാതൃകയാണ് ജോൺ വിയാനി തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. യേശുവിൻ്റെ ആ വ്യക്തിത്വം ശിരസായി ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി തീരുക എന്നതാണ് യേശുവിൻ്റെ ശൈലിയായ ദാരിദ്ര്യവും അനുസരണവും ബ്രഹ്മചര്യവും വഴി അങ്ങനെ ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹത്തിൽ ഒന്നായി കാണപ്പെടുന്ന കുരിശിൻ്റെ വഴിയിൽ യേശുവിനെ ആശ്വസിപ്പിച്ച ജെറുസലേം പുത്രിമാരുടെ ആ കാൽപാദങ്ങൾ പിൻചെല്ലുന്നുണ്ട്. വിശ്വസ്തയോടെ വിശ്വാസ പ്രഘോഷണം നടത്തിക്കൊണ്ട് വൈദ്യൻ വിശ്വാസത്തിൽ അധിവറിച്ച് സുവിശേഷാനുസൃതം ജീവിച്ചുകൊണ്ട് പ്രാർത്ഥന ജീവിതം നയിച്ചുകൊണ്ട് അങ്ങനെ ജയമാല ധാന്യങ്ങൾ നിഷ്ഠയുള്ളവനായി ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ അടയാളങ്ങളായിട്ട് വർത്തിക്കുന്നവരാണ് പുരോഹിതര് എന്നുള്ള ഒരു മാതൃകയാണ് ജോൺ മരിയ വിയാനി നമ്മോട് പറഞ്ഞു തരുന്നത്. നമുക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ജോൺ മരിയ വിയാനിയിൽ തിളങ്ങിയിരുന്ന എളിമയും ദൈവഭക്തിയും ദൈവാശ്രയബോധവും ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഒഴുക്കണമേ. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും തളർന്നു പോകാതെ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ ഒക്കെ ചെയ്തപ്പോഴെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ലൊരു വൈദികനായി തീരാനായിട്ട് കഠിനമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥനാപൂർവം ത്യാഗപൂർവം പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്ത് ജീവിക്കുകയും ചെയ്ത പോലെ ഞങ്ങൾക്കും ജയമാല ഭക്തിയും ദൈവാശ്രയബോധവും അനുതാപവും കൂദാശകള് കൂടെ പ്രത്യേകിച്ച് കുമ്പസാരം വഴി
അനുതാപത്തിലേക്ക് കടന്നു വരുവാനും അങ്ങനെ ഉത്തരോത്തരം പരിപൂർണതയിലേക്ക് നടക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. കുഴാശകൾ വീണ്ടും കൂടെ സ്വീകരിക്കുവാനും എന്നുള്ള ബോധ്യത്തിൽ നമുക്കും ഈ ഭൂമിയിലായിരിക്കാനായിട്ട് പരിശ്രമിക്കാം. അധികം പഠിക്കാനായിട്ട് ഒത്തിരി കഴിവുകൾ ഒന്നുമില്ലാത്ത ജോൺ മരിയ വിയാനി ഒരു പുരോഹിതനാവാൻ പോലും ലത്തീൻ ഭാഷ പഠിക്കാനൊന്നും ഒത്തിരി കഴിവൊന്നുമില്ലാത്ത ഒരു സാധാരണ ഒരു വ്യക്തി ഒരു ആർസന പട്ടണത്തിൽ വന്ന് അതിനെ അവിടെ ദൈവികമായ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പ്രവർത്തിക്കാനും ഒത്തിരി പേരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും പ്രാർത്ഥനയും പ്രാശ്ചിത്വവും വഴി ആർഎസ് എന്ന പട്ടണത്തെ മാത്രമല്ല ഫ്രാൻസിനെ മൊത്തം ജനങ്ങളെയും അവിടേക്ക് ആനയിക്കാനായിട്ട് ജോൺ മരിയ വിയാനിക്ക് സാധിച്ചു. അതുപോലെ നമുക്കും സാധാരണക്കാരായ നമുക്കും ഈശോയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രാശ്ചിത്വ പ്രവൃത്തികളൊക്കെ ചെയ്ത് ദൈവവചനം പഠിച്ചും പഠിപ്പിച്ചും നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തിൽ ദൈവത്തിലെ സ്നേഹിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ നമ്മളിലൂടെയും ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. സ്വന്തം ജീവിതം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് വിട്ടുകൊടുത്ത ജോൺ മരിയ വിയാനിയെ പോലെ സ്വന്തം ബലഹീനതകളെ കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെട്ട് പോകാതെ ഈശോയെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് സ്വന്തം ബലഹീനതകളെയും കുറവുകളെയും ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയാണ് നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ കൃപകളാണ് നമ്മെ ഓരോരുത്തരെയും മുന്നിലേക്ക് നയിക്കുന്ന അടിസ്ഥാന ഘടകമെന്ന ബോധ്യത്തിൽ ഞാൻ എന്ന വ്യക്തി ഇല്ലാതായി തീരുമ്പോൾ ഈശോ എന്നിൽ വന്ന് നിറയുമെന്നുള്ള ബോധ്യത്തിൽ എളിമയോടെ ഈശോയുടെ മുന്നിൽ ആയിരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ജോൺ മരിയ വിയാനിയുടെ ആ ഒരു ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഫ്രാൻസിലെ ലയോൺസ് പട്ടണത്തിന് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാട്ടിൻപുറമായിരുന്നു ദാർലി. അവിടെ കർഷക കുടുംബത്തിലെ മാത്യു വിയാനി മരിയ എന്നീ ദമ്പതികൾക്ക് ജനിച്ച 4ാമത്തെ സന്താനമായിരുന്നു ജോൺ മരിയ വിയാനി. 1786 മെയ് 8-നായിരുന്നു ജോൺ ജനിച്ചത്. ഭക്തരും അധ്വാനശീലരുമായിരുന്നു മാതാപിതാക്കൾ. അതിഥി സൽക്കാരത്തിലൊക്കെ ഒത്തിരി അനാഥങ്ങൾ വിധവകളെയൊക്കെ അവരുടെ കുടുംബത്തിലേക്ക് സ്വാഗതമരുളി. അങ്ങനെ കൊച്ചുനാൾ തന്നെ ജോണിന് 2 സമ്മാനങ്ങൾ കിട്ടിയിരുന്നു. ഒന്ന് മാതാവിൻ്റെ രൂപവും മറ്റൊന്ന് ജപമാലയുമായിരുന്നു. ചെറുപ്പം മുതൽക്കേ ജപമാല ഭക്തിയും കൊന്ത ചൊല്ലുന്നൊരു സ്വഭാവം ആ കുഞ്ഞു ജോണിലുണ്ടായിരുന്നു. സ്കൂൾ പഠനത്തിന് സൗകര്യമില്ലാതിരുന്ന ഒരു കർഷക കുടുംബത്തിലെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കൃഷിപ്പണിയിൽ ആടുകളെ മേയ്ക്കാനൊക്കെ ജോൺ ഉത്സാഹം പ്രകടിപ്പിച്ചു. ആത്മാവെ സന്തോഷിക്കുക, ദൈവത്തിൽ ഒന്നിച്ച് ജോലി ചെയ്യുക, എത്ര ആനന്ദമാണ് നീ അത് പ്രവർത്തിക്കുക, ദൈവം തക്ക പ്രതിഫലം നൽകുമെന്നാണ് കുഞ്ഞ് ജോൺ മരിയ വിയാനി പറഞ്ഞിരുന്നത്. മറ്റുള്ള കുട്ടികളുടെ മാതാപിതാക്കളെല്ലാം
നിങ്ങൾ ജോണിനെ നോക്കി പഠിക്കുവിനെന്ന് അവർ ജോണിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റ് മാതാപിതാക്കൾ കുട്ടികളെ ശാസിക്കുമായിരുന്നു. ഫ്രാൻസിലെ അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിഗതികൾ വളരെ ശോചനീയമായിരുന്നു. 1789 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട കാലത്തായിരുന്നു ജോൺ മരിയ വിയാനിയുടെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. അവിടെ കർഷകർ ഒത്തിരിയേറെ പീഡനങ്ങൾക്ക് ഇടയായിത്തീരുകയും അങ്ങനെ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയും കർഷകരെല്ലാം അടിച്ചമർത്തപ്പെട്ടു. ജനങ്ങൾ രാജാക്കന്മാരെയും പ്രഭു കുടുംബങ്ങളെയെല്ലാം കൊന്നൊതുക്കി. ജനങ്ങൾ തെരുവിലേക്ക് അക്രമവാസനയിലൂടെ തെരുവിലേക്ക് ഇറങ്ങി. ആ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിലുള്ള ഒരു പ്രഭുക്കളെ കൂടെയാണെന്നുള്ള ഒരു ബോധ്യത്തിൽ സഭയ്ക്കുമെതിരെയും ഒരു പരിധിവരെ പള്ളികളെല്ലാം അവർ പിടിച്ചെടുക്കുകയും സെമിനാരികളെല്ലാം ആയിട്ട് സംഭരണശാലകളാക്കിയിട്ട് മെത്രാന്മാരെയെല്ലാം വധിക്കുകയും ചെയ്യുന്ന അനേകം വൈദികരെയൊക്കെ അവർ അങ്ങനെ സന്യസ്തരെയെല്ലാം അവർ തടവിലാക്കി. ഫ്രഞ്ചിൻ്റെ ആ ഒരവസ്ഥ വളരെ മോശമായൊരു രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. ദൈവാരാധന എല്ലാം അവർ ഒളി സങ്കേതങ്ങളിലെല്ലാമാണ് അന്ന് ആരാധന എല്ലാം നടത്തിയിരുന്നത്. പ്രസന്നരായിട്ട് പുരോഹിതർ വന്ന് അവർക്ക് ജനങ്ങൾക്ക് കുർബാന ചൊല്ലി ആരാധനയൊക്കെ രഹസ്യമായി നടത്തി കൊടുക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. ഇത്തരം വൈദികരെ ഒത്തിരി ആരാധന കൂടിയാണ് കുഞ്ഞു ജോൺ മരിയ വിയാനി കണ്ടിരുന്നത്. അങ്ങനെ നെപ്പോളിയൻ ആ യുദ്ധത്തിൽ ജയിക്കുകയും ഭരണാധികാരിയായി തീർന്നപ്പോൾ കുറച്ച് മതസ്വാതന്ത്ര്യമൊക്കെ ആ കാലഘട്ടത്തിലുണ്ടായി. പള്ളികളൊക്കെ തിരിച്ചു കൊടുക്കുകയും മെത്രാന്മാരെയും വൈദികരെയെല്ലാം ഈ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയും അങ്ങനെ ആരാധനാലയങ്ങളെല്ലാം തുറക്കപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ പള്ളികളിൽ വൈദികരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പള്ളി വിദ്യാലയങ്ങളെല്ലാം അടഞ്ഞു കിടന്നു. സെമിനാരികളെല്ലാം ഇല്ലാതായിരുന്ന ആ കാലഘട്ടത്തിൽ ഫ്രഞ്ച് സഭ വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. അങ്ങനെ സ്കൂളിലെ കുട്ടികൾക്ക് അടിസ്ഥാനമായ ഒരു പ്രാരംഭ വിദ്യാഭ്യാസം പോലും അന്നത്തെ കാലത്തെ കുട്ടികൾക്കുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ മുതിർന്ന പൗരന്മാരെ പോലും സെമിനാരിയിലേക്ക് എടുക്കാനായിട്ട് അവർക്ക് പ്രേരകമായി. അങ്ങനെ ജോൺ മരിയ വിയാനിക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും ഒരു ആരോഗ്യകൃതനും അധ്വാനശീലനുമായൊരു യുവാവായി ജോൺ വളർന്നു വന്നു. അതോടൊപ്പം ഒരു വൈദ്യനാവെന്നുള്ള താല്പര്യം ചെറുപ്പം മുതൽക്കേ ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം അമ്മയെയാണ് ആദ്യമായി അറിയിച്ചത്. അമ്മ അനുമതി നൽകിയെങ്കിലും അപ്പൻ്റെ പ്രതികരണം മറ്റൊന്നായിരുന്നു. തനിക്ക് പ്രായാധിക്യമായെന്നും കരുത്തനായ ജോൺ
അല്ലാതെ വേറെ പോകാൻ വഴിയില്ലെന്നും അദ്ദേഹം ജോണിനെ നിരാശപ്പെടുത്തി. പക്ഷേ വൈദികരെ പോലും വധിക്കുന്ന ആ കാലഘട്ടത്തിൽ വൈദികനായാൽ തൻ്റെ മകന് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നായിരുന്നു ആ പിതാവിൻ്റെ മനസ്സിലുള്ള ആശങ്ക. അവിടെ മതവർദ്ധ അതിജീവിച്ച ഒരു ധീരനായൊരു വൈദികനുണ്ടായിരുന്നു, ബെയ്ലി അച്ഛൻ. വൈദികരുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് തൻ്റെ താമസ സ്ഥലം അദ്ദേഹം ഒരു സെമിനാരിയാക്കി. പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പ്രവേശനം അദ്ദേഹം അവിടെ നിഷേധിച്ചില്ല. ബെയ്ലി അച്ഛൻ സെമിനാരി പുനരാരംഭിക്കുന്ന വിവരം ജോൺ അറിഞ്ഞു. ഇതുതന്നെ അവസരം തൻ്റെ കുടുംബക്കാർക്ക് ആ വൈദ്യനെ നല്ല പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ജോൺ ബെയ്ലച്ചിനെ സന്ദർശിച്ച് വിവരം അറിയിച്ചു. അദ്ദേഹം അധികം സന്തോഷത്തോടെയാണ് ആ യുവാവിനെ സ്വീകരിച്ചത്. വീട് വിട്ടിറങ്ങുന്നതിന് മുമ്പ് തൻ്റെ കുടുംബസ്വത്ത് ഫ്രാൻസിസ് എന്ന സഹോദരനെ എഴുതി കൊടുത്തു. അങ്ങനെ ഫാദർ ബെയ്ലിയെ സ്ഥാപിച്ച സെമിനാരിയിൽ സ്കൂൾ പഠനം പോലുമില്ലാതെ 19-ാം വയസ്സിലാണ് ജോൺ പ്രവേശിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ അതീവ ദുഷ്കരമായിരുന്നു ജോണിൻ്റെ പഠനം. പഠനത്തിൽ വളരെ പിന്നാക്കമായിരുന്നു ജോൺ മരിയ വിയാനി. ദൈവം തന്നെ എന്തെങ്കിലും വഴി കാണിച്ചു തരാതിരിക്കില്ലെന്ന് ആ തീഷ്ണമതി ഉറച്ചു വിശ്വസിച്ചു. തിന്മയിൽ നിന്ന് പോലും നന്മകളാക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ജോൺ വിശ്വസിച്ചു. പ്രാർത്ഥന വാസങ്ങളിൽ അദ്ദേഹം അഭയം തേടി. പഠന വൈഷമ്യത്തിൻ്റെ പേരിൽ തൻ്റെ മധുരമായ സ്വപ്നം ഉപേക്ഷിക്കാനായിട്ട് അവന് മനസ്സ് വന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് റോജിസിൻ്റെ പൂജാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരുന്ന ലൂവേ മലയിലേക്ക് ജോൺ ഒരു തീർത്ഥയാത്ര നടത്തി. മല നടന്നു കയറി വിശുദ്ധൻ്റെ കബറിടത്തിങ്കൽ തൻ്റെ ദൈവവിളിയെ പൂർത്തീകരണത്തിന് വേണ്ടിയും ജോൺ മനമുരുകി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. സ്നേഹനാഥനായ യേശുവേ, എന്നെ ഒരു വൈദ്യനാക്കണമേ. യൂറോപ്പിൻ്റെ മുഴുവനും വെട്ടിപ്പിടിച്ച് ഏകാധിപത്യയാകാനായിട്ട് കച്ചുകെട്ടിയിറങ്ങിയ നെപ്പോളിയൻ തൻ്റെ സൈന്യബലം വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നിർബന്ധിതമായ സൈന്യ സേവനം അദ്ദേഹം ഏർപ്പാട് ചെയ്തു. വൈദ്യ വിദ്യാർത്ഥികളെ പോലും ആ സൈനിക സേവനത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കിയില്ല. അവസാനം ജോൺ ലയൺസ് നഗരത്തിലെ പട്ടാള ക്യാമ്പിൽ ചേർന്നു. അസഹനീയമായിരുന്നു അവരുടെ സൈന്യത്തിലുള്ളവരുടെ പെരുമാറ്റം. അവരുടെ സംസർഗങ്ങളെല്ലാം തൻ്റെ ആത്മരക്ഷാപകടത്തിലാക്കുമെന്ന് സൈനികനായാൽ തൻ്റെ ആത്മരക്ഷാപകടത്തിലാകുമെന്നും തനിക്ക് വൈദ്യനാകാൻ കഴിയുകയില്ലെന്നുള്ള കാര്യവും ജോണിനെ ഒത്തിരി ദുഃഖത്തിലാക്കി. അങ്ങനെ ഒരു ജ്വരബാധ മൂർച്ഛിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമുണ്ടായി. രോഗാവസ്ഥ മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ക്യാമ്പിലേക്ക് തിരിച്ചു പോകണമെന്ന് ഡോക്ടർ അറിയിച്ചപ്പോൾ ജോൺ നോയേഴ്സ് എന്ന ഗ്രാമത്തിലേക്ക് കിലോമീറ്ററുകൾ നടന്ന് അവിടെ എത്തിച്ചേർന്നു. ക്ലൗഡിയ ഫെയ്റ്റ് എന്ന ഒരു സ്ത്രീയാണ് ജോണിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത്. ഒത്തിരി കാടുകളും മലകളും കുന്നുകളും നിറഞ്ഞ ഒരു നാടായിരുന്നു ആ നാട്. അവിടെ എത്ര പെട്ടെന്നൊന്നും ആർക്കും അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല.
ആ വീട്ടിലൊരു മൂത്ത മകനായിട്ട് വന്നോണം ജെറോം വിൻസൻ എന്ന പേരിൽ ജോൺ അവിടെ ഒളിച്ചു താമസിച്ചു. 14 മാസമായിരുന്നു അവിടെ ആ ഒരു കാട്ടിലെ അജ്ഞാതവാസം നയിച്ചു. അങ്ങനെ നെപ്പോളിയൻ തൻ്റെ മത നിർബന്ധ സേവനമെല്ലാം അവസാനിപ്പിച്ച് അങ്ങനെ സ്വാതന്ത്ര്യമെല്ലാം ജനങ്ങൾക്ക് നൽകി. 1811 ജനുവരി ജോൺ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോൾ സ്വന്തം മാതാവ് മരണപ്പെട്ടു എന്ന വിവരമാണ് ജോൺ തിരിച്ചറിഞ്ഞു. ആയിരത്തി 1813 വീണ്ടും വിശുദ്ധ ഇറനീവൂസിൻ്റെ സെമിനാരിയിലെത്തി വൈദിക പഠനം പുനരാരംഭിച്ചു. ലത്തീൻ ഭാഷ വളരെ കീറാമുട്ടിയായിട്ട് ജോണിൻ്റെ മുന്നിൽ നിന്നു. അന്ന് ലത്തീൻ ഭാഷയിലായിരുന്നു പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയിരുന്നത്. ലത്തീൻ ഭാഷ അറിയാതെ ആ കാലഘട്ടത്തിൽ പുരോഹിതരാവുക എന്നത് സാധ്യമല്ലാത്ത കാര്യമായിരുന്നു. ഒത്തിരി കൂട്ടുകാരെ ലത്തീൻ ഭാഷ പഠിച്ചെടുക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചെങ്കിലും അതെല്ലാം വിജയിച്ചില്ല. ഭൂരിപക്ഷം അധ്യാപകരും ജോണിൻ്റെ തുടർ പഠനത്തിന് എതിരായിരുന്നു. എന്നാൽ വൈദ്യനായി ഇത്രയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരാളെ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ജോൺ ഡയറക്ടർ ഫാദർ ഗാർദെ സാക്ഷ്യപ്പെടുത്തി. അവനൊരു മരമണ്ടനായ, യാതൊന്നും തലയിൽ കയറുകയും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ജോൺ. വൈദ്യനാകണമെന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയും ശ്രമിക്കാതിരിക്കുന്നുമില്ല. അങ്ങനെ ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ജോൺ ആ സെമിനാരിയിൽ കഴിഞ്ഞുപോയി. ബൈബിൾ പറയുന്നവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ചിറകുടിച്ചു വരും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അങ്ങനെ അച്ഛനാകാനായിട്ട് ഒത്തില്ലെങ്കിലും ഒരു സഹോദരനായിട്ടെങ്കിലും ജീവിക്കണമെന്ന് ജോൺ മരിയ വിയാനി തീരുമാനിച്ചു. ലയൺസിലെ സഹോദരന്മാർക്ക് മാത്രമായി ഒരു സന്യാസ സഭ ഉണ്ടെന്ന് കേട്ട് ഒട്ടും വൈകാതെ ജോൺ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. ബെയിലച്ചനോട് യാത്ര പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുക എന്നായിരുന്നു തീരുമാനം. വൈദികനാൻ ഒരു തവണ കൂടിയും പരിശ്രമിക്കണമെന്നായിരുന്നു ആ വന്യവയോധികൻ്റെ ഉപദേശം. പിന്നെ 3 മാസത്തിലേക്ക് തീവ്ര പരിശീലനം നയിച്ച് ഒടുവിൽ പരീക്ഷകരുടെ മുന്നിൽ ഹാജരായി. പണ്ഡിതരായ പുരോഹിതന്മാരുടെ മുമ്പിൽ അവർ പുരോഹിതനായ യോഗ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൻ്റെ ലത്തീനിലുള്ള ചോദ്യങ്ങൾ ഉത്തരം പോലും മനസ്സിലാക്കാനായിട്ട് ജോൺ മരിയ വിയാനിക്ക് സാധിച്ചില്ല. ബെയിലച്ചൻ്റെ ശുപാർശ പ്രകാരം ലയൺസ് രൂപ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന മോൺസെഞ്ചൂർ കെയർബർ ജോണിനെ സന്ദർശിച്ച് ഒരു അഭിമുഖം നടത്തി. മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ജപമാല ഭക്തനാണെന്ന ഒറ്റ കാരണത്താൽ ജോൺ മരിയ വിയാനിക്ക് പട്ടം കൊടുക്കാനായിട്ട് അദ്ദേഹം നിശ്ചയിച്ചു. പണ്ഡിതരായ വൈദികരേക്കാൾ ഇന്ന് സഭയ്ക്ക് ആവശ്യം പ്രാർത്ഥന ചൈതന്യമുള്ള അഭിഷേകമുള്ള ഭക്തരായ വൈദികരെയാണ് ആവശ്യമെന്ന് മോൺസെഞ്ചൂർ അവകാശപ്പെട്ടു. ദൈവഭക്തിയിലെ ജോൺ മരിയ വിയാനി ഒരു ഒന്നാമനായിരുന്നു. കൊന്ത ചൊല്ലുന്ന കാര്യത്തിൽ
ഒരു ഒരു ഭക്തനായിരുന്നു ജോൺ മരിയ വിയാനി. വിശുദ്ധ കുർബാനയിൽ ഇത്രയും ആഴമായ ഭക്തിയിലും വിശ്വാസത്തിലും പങ്കെടുക്കുന്ന വേറൊരു വ്യക്തിയും ആ സെമിനാരിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1815 ജോണിന് പുരോഹിതനായ ഓഗസ്റ്റ് 13 പുരോഹിതനായ അഭിഷിക്തനായി. ഹൃദയപൂർവ്വമുള്ള നന്ദിയും സ്നേഹവും കൊണ്ട് ആ നവവൈദികൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഒരു വൈദ്യനാവാൻ വേണ്ടിയിട്ട് ഇത്രയേറെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും തന്നോളം ത്യാഗങ്ങൾ സഹിച്ച ഒരു വ്യക്തിയായിരുന്നു ജോൺ മരിയ വിയാനി. ബെയിലി അച്ഛൻ്റെ കീഴിൽ ഒരു അസിസ്റ്റൻ്റായിട്ടാണ് 2 വർഷക്കാലത്തോളം ജോൺ മരിയ വിയാനിയെ നിയോഗിച്ചത്. സ്വന്തം ഇടവകയിൽ അങ്ങനെ വിയാനി അച്ഛൻ വിനാദിനായ പെരുമാറ്റവും വിശ്വാസ ചൈതന്യവും ഏവരെയും ശ്രദ്ധയും മതിപ്പും പിടിച്ചു പറ്റി. അദ്ദേഹം കർമ്മത്വം വഹിച്ച തിരുകർമ്മങ്ങൾക്ക് ദിവ്യബലിക്ക് അസാധാരണമായ ഒരു വശ്യതയും ഭക്തി ഭാവവും പ്രകടമായിരുന്നു. അങ്ങനെ 1 വർഷത്തിന് ശേഷം ലയൺസിലെ രൂപതാധികാരികളെ കൊച്ചച്ഛനെ കുമ്പസാരിക്കാനുള്ള അനുമതി അങ്ങനെ വിയാനിക്ക് നൽകി. അദ്ദേഹത്തിൻ്റെ ജോൺ മരിയ വിയാനിന് മുന്നിൽ ആദ്യമായും മുട്ടുകുത്തി കുമ്പസാരിച്ചത് അച്ഛനാമൻ പഠിപ്പിച്ച ബെയിലി അച്ഛൻ തന്നെയായിരുന്നു. മരണാസനായ ബെയിലി അച്ഛൻ അന്ത്യമായ കുദാശയും തിരുപാതയും സ്വീകരിച്ചത് ഈ ജോൺ മരിയ വിയാനിൽ നിന്നായിരുന്നു. വയോധികനായ വൈദികൻ തൻ്റെ പ്രിയശിഷ്യന് സമ്മാനമായൊരു മുളയറിഞ്ഞാണം നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈ ലോകത്തു നിന്ന് യാത്രയായി. അങ്ങനെ 1818 വിയാനിയെ വികാരിയായിട്ട് ആദ്യത്തെ ഇടവകയാണ് ആർസ് എന്ന ഒരു പട്ടണം. ദരിദ്ര കർഷകരായിരുന്നു അവിടുത്തെ നിവാസികൾ. അങ്ങനെ ജോൺ മരിയ വിയാനി അങ്ങനെ പുതിയ സ്ഥലത്തേക്ക് യാത്രയായി. പള്ളിയിലേക്ക് ഉള്ള വഴിയും ഒരു ബാലനോട് ചോദിച്ചപ്പോൾ ആ പള്ളിയിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ എനിക്ക് എന്ത് പകരം നൽകുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് അങ്ങനെ ജോൺ മരിയ വിയാനി ആ ബാലനോട് മറുപടി പറഞ്ഞു. വിയാനി അച്ഛൻ വികാരിയായി പള്ളിയിലെത്തി. പക്ഷെ സ്വീകരിക്കാൻ ആരുമുണ്ടായില്ല. പള്ളി തന്നെ ജീർണാവസ്ഥയിലായിരുന്നു. നാളുകളായും വൈദികരാരുമില്ലാതെയും അനാഥമായി കിടക്കുകയാണ് ആ പള്ളി. കാടും പടലും ചുറ്റുപിടിച്ച ചുറ്റുപാടുകളിൽ മനുഷ്യസാധനത്തിൻ്റെ യാതൊരു ലക്ഷണവും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളൊട്ടും താല്പര്യമില്ലെന്ന് വിയാനി അച്ഛന് ബോധ്യമായി. അതിന് പ്രധാന കാരണമായിരുന്ന ഫ്രഞ്ച് വിപ്ലവവും മുൻ വികാരിയായിരുന്ന അച്ഛൻ വിപ്ലവാനുഭാഗിയായ കാരണം കൊണ്ട് മതപരമായ കാര്യങ്ങളെക്കാൾ അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ച രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾക്കാണ്. തൽഫലമായി പള്ളിയും പരിസരവുമെല്ലാം വിപ്ലവകാരികളായ വ്യക്തികൾക്ക് വികാര കേന്ദ്രമായി തീർന്നു. അങ്ങനെ ആർസ് എന്ന പട്ടണത്തിലെ അന്ന് എല്ലാവരും മദ്യവും നൃത്തം ചൂടാട്ടു ഗ്രന്ഥങ്ങളായിട്ട് എല്ലാ വ്യക്തികളും
ദൈവഭക്തിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു ജീവിതമായിരുന്നു ആർസിലെ ജനങ്ങൾ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾ തേടിക്കൊണ്ട് ഭാരതത്തോടെ വികാരി ജോൺ മരിയ വിയാനിയും മണിക്കൂറുകളോളം സർക്കാരിന് മുന്നിൽ നീണ്ട മണിക്കൂറുകൾ മുട്ടുമേൽ നിന്ന് ത്യാഗപൂർണമായും സ്വന്തം ഇടവകയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വർഷങ്ങളായിട്ട് കുമ്പസാരം കുർബാനകളൊന്നും കൂടാതെ കഴിഞ്ഞിരുന്ന ഇടവചനത്തെ ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം തുടങ്ങി. അങ്ങനെ വിശ്വാസികളെ തേടിക്കൊണ്ട് ഒരു ഇടയൻ വിശ്വാസികളുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. എല്ലാ കുട്ടികളെയും പോയി സന്ദർശിച്ചിട്ട് പകരമായി എന്നെ കാണാനായിട്ട് പള്ളിയിൽ വരണമെന്ന്, പ്രത്യുപകാരം ചെയ്യണമെന്ന് അവരെ ബോധ്യപ്പെടുത്തി. ക്രമേണ ആദ്യത്തെ ദിവസം വിശുദ്ധ കുർബാനയിൽ കപ്പ്യാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി വ്യക്തികളും ഉണ്ടായിരുന്നില്ല കുർബാന അർപ്പിക്കാൻ. ക്രമേണ തിരുക്കർമ്മങ്ങൾ സംബന്ധിക്കാനായിട്ട് വരുന്നവരുടെ എണ്ണം കൂടി വന്നു. മദ്യമജോത്സവവും നിശാനൃത്തമേളകളും അച്ഛൻ കർശനമായി വിലക്കി. പെൺമക്കളെ ആഭാസ നൃത്തത്തിലെ അയിനാട്ടത്തിന് വിട്ടയക്കുന്ന മാതാപിതാക്കളോട് അച്ഛൻ ധാർമ്മികമായി രോഷത്തോടെ ചോദിച്ചു, ദൈവത്തിന് സമർപ്പിക്കുവാൻ കൊള്ളരുതാത്തവ പ്രവർത്തിച്ച ശേഷം നിങ്ങൾ എന്തിനെ ദേവാലയത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചു. ദേവാലയത്തിൽ വിശ്വാസികളെ വർദ്ധിച്ച് വന്നതിൻ്റെ അനുതാപത്തിൽ മദ്യനൃത്ത ചൂടാട്ട കേന്ദ്രങ്ങളുടെ ഉപയോഗം കുറഞ്ഞു. ഇടവകയിലെ യുവജനങ്ങൾക്കായിട്ട് വികാരിയച്ഛൻ ഗിൽഡ് സ്ഥാപിച്ചു. പെൺകുട്ടികളിലെ ജപമാല സഖ്യവും ജോൺ മെരിയാനി രൂപപ്പെടുത്തി. അങ്ങനെ കൊച്ചിയിടവ ആ ദേവാലയം പുതുക്കി പണിതു. തീർത്ഥാടകരുടെ ബാഹുല്യം പരിഗണിച്ച് ലോഡ്ജുകളും ഹോട്ടലുകളും അവിടെ ധാരാളമായി ഉയർന്നു. അങ്ങനെ ജോൺ മരിയ വിയാനി വിശ്വാസ തീക്ഷ്ണത കൊണ്ട് ആർസിന് വെളിയിൽ നിന്ന് പോലും ആ ദേവാലയത്തിലെ ആയിരക്കണക്കിന് ആളുകൾ ഒരു കുർബാനയിലും പങ്കെടുക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ നീണ്ട മണിക്കൂറുകൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ത്യാഗത്തോടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയും അങ്ങനെ ആർസിലുള്ള ജനങ്ങളെ അനുതാപത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട് ജോൺ മരിയ വിയാനിക്ക് സാധിച്ചു. അങ്ങനെ ശുദ്ധമണ്ഡലം എന്ന് പറഞ്ഞ് പഠന കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും കൊന്ത ചൊല്ലാൻ മാത്രം അറിയാമെന്നുള്ള ഒറ്റ കാരണത്താൽ പുരോഹിതനാവുകയും ചെയ്ത ജോൺ മരിയ വിയാനി ആർസ് ഇടവകയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ജനങ്ങളിൽ വലിയ മാറ്റമുണ്ടായി. അജ്ഞനെന്ന് സഹപാഠികൾ താറടിച്ചവനെ തേടിയും തീർത്ഥാടക സഹസ്രങ്ങൾ ആർസിനിൽ സന്ദർശിച്ചു. പകൽ കൂടുതൽ സമയവും പള്ളിയിലുള്ള കുമ്പസാരക്കൂട്ടിലും രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പള്ളിയകത്തും ആയിരുന്നു വിയാനി അച്ഛൻ്റെ ഓരോ ദിവസവും. ഹൃദയസ്പർശിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളും. 12 മുതൽ 18 മണിക്കൂർ വരെ അദ്ദേഹം കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്നു. കുമ്പസാരിക്കാൻ വന്നവരുടെ കൂട്ടത്തിലെ മെത്രാന്മാരും പോലും ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ആരെയാണ് ആശ്ചര്യപ്പെടുത്താതിരിക്കുന്നത്. ആ ഒരു ജീവിതത്തിനുള്ളിൽ 20 ലക്ഷം ആളുകളെങ്കിലും ജോൺ മരിയ വിയാനിയെ അച്ഛനാൽ കുമ്പസാരത്തിന് അണഞ്ഞു എന്നാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രേഖപ്പെടുത്തിയിട്ടുള്ളത്.
സുപ്രസിദ്ധ വാഗ്മിയായിരുന്ന ലക്കോഡിയാർ പോലും ഈ പാവം പാതിരിയുടെ വചനപ്രഘോഷം കേൾക്കാനായിട്ട് ആർസിലേക്ക് വന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആത്മീയ ചൈതന്യമുള്ളവരും അജഗണത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ജോൺ മരിയ വിയാനി വിജയശ്രീല ആലീതനായി തീർന്നു എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. കഠിനമായ തപശ്ചര്യകൾ മുഴുകിയിരുന്ന വിയാനി ശരീരം വളരെയേറെ ശോഷിച്ചു. വളരെ പരിമിതമായ ഭക്ഷണമാണ് കഴിച്ചത്. പുഴുങ്ങിയ ഉരുളൻകിഴങ്ങും പച്ചവെള്ളവുമാണ് അധികം കൂടുതലും കഴിച്ചിരുന്നത്. പ്രാർത്ഥന ഉപവാസവും ഒന്നു ചേർന്നപ്പോൾ ജോൺ മരിയ വിയാനി അത്ഭുത പ്രവർത്തനായി പരിണമിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കുരുടർ കാണുകയും ചെകിടർ കേട്ടുകയും ക്ഷയബാധിതരെ രോഗവിമുക്തരാകുകയും അംഗവൈകല്യ വിഷമങ്ങളിൽ നിന്നും മോചിതർക്ക് കയ്യും കണക്കുമില്ലാത്ത ഒത്തിരി അത്ഭുതങ്ങൾ ആർസിൽ ഉണ്ടായി. ഒരു വർഷം 4 ലക്ഷം ആളുകൾ ആർസിലേക്ക് ഒഴുകിയിടങ്ങാൻ തുടങ്ങി. അങ്ങനെ ജോൺ മരിയ വിയാനിയുടെ അടുത്ത് കുമ്പസാരിക്കുന്ന വ്യക്തികൾക്ക് പിശാചുകൾ പുറത്താക്കപ്പെടുകയും രോഗസൗഖ്യവും ശാരീരികവും മാനസികവുമായ ഒത്തിരി സൗഖ്യങ്ങൾ അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു. മരിയ വിയാനിയോട് കുമ്പസാരിക്കുന്ന വ്യക്തികളെല്ലാം അനുതാപത്തിലേക്ക് നയിക്കാനായിട്ട് പരഹൃദയജ്ഞാനം എന്ന ഒരു കഴിവ് ജോൺ മരിയ വിയാനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കള്ളക്കുംസാരമൊന്നും നടത്താനായിട്ട് ആർക്കും സാധിക്കുകയില്ല. വിയാനി അച്ഛൻ്റെ പ്രശസ്തി അസൂയാക്കൾ ചില വൈദികർ അച്ഛനെതിരെ വ്യാജ ആരോപണങ്ങൾ ചമച്ചു. ചില വ്യക്തികൾ പരാതികളുമായിട്ട് അരമനയിൽ കയറിയിറങ്ങി. വിയാനി കപടഭക്തനാണെന്നും പേരിനും പെരുമയ്ക്ക് വേണ്ടിയും ആളുകളെ ആകർഷിക്കുന്നവനാണെന്നും അവർ കൊട്ടിഘോഷിച്ചു. ജോൺ മരിയ വിയാനി ഇതെല്ലാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഒത്തിരി സഹനങ്ങൾ തെറ്റിദ്ധാരണകൾ ഏറെ സഹിക്കേണ്ടി വന്നവനാണ് ജോൺ മരിയ വിയാനി. വികാരി അച്ഛനാകട്ടെ ഇതൊന്നും പരിഗണിച്ചതേയില്ല. സന്ദർശകരുടെ എണ്ണം ആർസിലേക്ക് അങ്ങനെ ഏറി വന്നു. അങ്ങനെ ജീവിതാന്തസ്സിൻ്റെ ഉപജീവന മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അച്ഛൻ്റെ ഉപദേശം കേൾക്കാനും അച്ഛൻ്റെ കുട്ടികളെ ആസ്വദിക്കാനും കൊന്തയും കാശുരൂപവും ഒക്കെ വെഞ്ചരിച്ചു കിട്ടാനൊക്കെ ആയിട്ട് മണിക്കൂറുകളോളം ജോൺ മരിയ വിയാനിയുടെ മുന്നിൽ ആൾക്കാർ ക്യൂ നിന്നു. ഇടവചനം ആധ്യാത്മികതയിൽ മുന്നേറുന്നതും ആർസിൻ്റെ ഒരു മുഖച്ഛായ മാറുന്നതും പിശാചിനെ ഒട്ടും സഹിച്ചില്ല. അച്ഛനെ മാനസികമായും ശാരീരികമായും തകർത്തെറിയാനായിട്ട് പിശാച് രണ്ടും കൽപ്പിച്ചു ഇറങ്ങി. ഉറക്കത്തിലും അച്ഛനെ ശല്യപ്പെടുത്താനായിട്ട് വവ്വാൽക്കൂട്ടം ഭയങ്കരമായിട്ട് ചിറകടിക്കുന്നത് കൊണ്ടുള്ള കട്ടിലിന് ചുറ്റും പറക്കുകയും രാത്രി മുഴുവനും മറ്റവസരം കുതിച്ചു പായുന്ന കുതിരകൾ പൈശാചികമായി ആർത്തിരമ്പി ഉരുക്കകത്തങ്ങുമിങ്ങും ചാടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ പിശാച് വിയാനി അച്ഛൻ്റെ കട്ടിലിനെ തീയിടുക പോലും ചെയ്തു. പൗരോഹിത്യ അങ്ങേയറ്റം വിലമതിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജോൺ മരിയ വിയാനി. എത്ര കഷ്ടപ്പെട്ടതാണ് തനിക്ക് വൈദിക പട്ടം കിട്ടിയതെന്ന് അദ്ദേഹം ഒരിക്കലും മറന്നില്ല. തിരുവോസ്റ്റിയിൽ കാണുന്ന ദിവ്യസക്രാരിയിലെ ഈശോയുടെ സാന്നിധ്യം ഓർത്ത് അദ്ദേഹം വളരെയധികം വികാര നിർമ്മാണനായി നിൽക്കാറുണ്ട്. സക്രാരിയ എന്ന ക്രൈസ്തവരെ സംബന്ധിച്ച് കൃപയുടെയും
ഇതേ കല പറയുന്നു. വാഴ്ത്തപ്പെട്ട ഓരോ ഓസ്തിയും ഓരോ മനുഷ്യ ഹൃദയത്തിലുള്ള സ്നേഹത്താൽ ഇരിഞ്ഞടങ്ങാനുള്ളതാണെന്ന് വിയാനിയച്ചൻ നമ്മോട് പറയുന്നത്. ജോൺ മരിയ വിയാനി തൻ്റെ പൗരോഹിത്യത്തെ മുന്നോട്ട് നയിച്ചത് രണ്ട് തുഴകളായിരുന്നു. ഒന്ന് ബലിവേദിയും രണ്ട് കുമ്പസാരക്കൂടുമായിരുന്നു. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതയാത്ര തുടർന്നു. ജോൺ മരിയ വിയാനിയുടെ അഭിപ്രായത്തിൽ പുരോഹിതൻ ഭൂമിയിലെ രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോകത്തിലെ വൈദികരെ ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ നാം മരിക്കും. ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. എന്തെന്നാൽ യേശുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് പൗരോഹിത്യമെന്ന് ജോൺ മരിയ വിയാനി പറയുന്നു. മറ്റൊരിക്കലും ജോൺ മരിയ വിയാനി നമ്മളെ ഓർമ്മപ്പെടുത്തി, ഒരു വൈദികനെയും മാലാഖയും ഒന്നിച്ചു കാണുന്നതായാൽ വൈദികനോടായിരിക്കും ഞാൻ ആദ്യം വന്ദനം പറയുക. എന്തെന്നാൽ മാലാഖ ദൈവത്തിൻ്റെ സ്നേഹിതൻ മാത്രമാണ്. വൈദികനാകത്തെ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. വിയാനിയച്ചൻ്റെ വാക്കുകളിൽ നരകവാദിക്കൽ ഒരു പുരോഹിതനെ കുമ്പസാരിപ്പിക്കാൻ ഇരുത്തിയാൽ പിന്നെ നരകത്തിൽ ആരും അവശേഷിക്കുകയില്ല. വാദ്യർ നല്ല വചന പ്രഘോഷകരായി വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ലെന്ന് ജോൺ മരിയ വിയാനി പറയുന്നു. നരകത്തിലെ ദുരിതങ്ങളുടെ 100 പോലും അവർ ദൈവജനത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല എന്നാണ് ജോൺ മരിയ വിയാനി പറയുന്നത്. പ്രാർത്ഥനയിൽ പ്രവൃത്തി ഈ തത്വം സ്വജീവിതത്തിൽ അനർത്ഥമാക്കിയ വ്യക്തിയായിരുന്നു ജോൺ മരിയ വിയാനി. കഠിനമായ തപസ്സും അല്പാഹാരം മൂലം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു. അല്പം സൂപ്പും റൊട്ടി കഷ്ണവുമായിരുന്നു മുഖ്യ ആഹാരം. തീർത്ഥാടന ബാഹുല്യം തൻ്റെ ആത്മീയ ഏകാന്തതയ്ക്ക് വിശുദ്ധിക്കും തടസ്സമാകുമോ എന്ന് വികാരിയച്ചന് തോന്നി. അങ്ങനെ 1943 വിയാനിയച്ചൻ പ്രാർത്ഥനാ വേളയിൽ ബോധം അനുവദിച്ചു. ആർസിലെ ജോൺ മരിയ വിയാനി ഏറ്റവും അധികം വീർപ്പ് മുട്ടിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും അനുസൂതം വർദ്ധിക്കുന്നതും ഒട്ടേറെ അംഗീകാരങ്ങൾ അദ്ദേഹം തേടിയിട്ടുണ്ടായി. മാടമ്പി സ്ഥാനം നൽകിയും രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. എന്നാൽ ആ മാടമ്പി ചിഹ്നമായിരുന്ന കുരിശ് അച്ഛൻ ആദ്യമായി അവസാനമായി അണിഞ്ഞത് ശവമഞ്ചത്തിൽ കിടക്കുമ്പോൾ മാത്രമാണ്. എന്നാലും ജോൺ മരിയ വിയാനി ഒരിക്കലും അഹങ്കരിച്ചില്ല. അദ്ദേഹം കൂടുതൽ വിനയാദ്യനായി. ഒരിക്കൽ അച്ഛൻ അഭിപ്രായപ്പെട്ടും, ഭൗമികമായ ബഹുമാനങ്ങളാകുന്ന ഈ കുമിളകൾ പൊക്കി പിടിച്ച് ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ന്യായാധിപൻ എന്നെ വിധിക്കും. പോയിക്കോ, നിനക്കുള്ള പ്രതിഫലം ഈ ഭൂമിയിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു എന്ന് എന്നോട് പറയുമെന്നാണ് ജോൺ മരിയ വിയാനി വിനാനിനായി പറഞ്ഞത്. വിയാനി അച്ഛൻ ഒരിക്കലും അംഗീകാരങ്ങൾ അന്വേഷിച്ച് പോയില്ല. അത്തരം സംഗതികളെ ഒഴിവാക്കാൻ വേണ്ടിയും പരമാവധി പരിശ്രമിക്കുകയാണ് ജോൺ മരിയ വിയാനി ചെയ്തത്. ആർസിൽ സന്ദർശകരുടെ പെരുപ്പം പലപ്പോഴും നിയന്ത്രണാതീതമായി. വിയാനി അച്ഛനോട് സംഭവിച്ച അത്ഭുതങ്ങളുടെ വാർത്തകൾ ജനകോടികളെ
അവിടേക്ക് ആനയിച്ചു. ക്ഷീണിച്ച സ്വരത്തിലാണെങ്കിലും അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഓടിക്കൂടി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് കാതോർത്തത്. കൂടെ തലകർക്കും വാർദ്ധക്യ സഹജമായ ബോധക്കേടും അച്ഛന് ശരിയായ അലമ്പനാക്കി തീർത്തു. ധ്യാനിച്ചൻ ദേവാലയത്തിൽ 29-ാം തീയതി തളർന്നു വീണു. അടുത്തുള്ളവർ അദ്ദേഹത്തെ മുറിയിലേക്ക് കിടത്തി. തനിക്ക് രോഗിലേപനം തരികയും എത്രയും വേഗം അച്ഛൻ്റെ അന്ത്യാഭിലാഷം അങ്ങനെ മറ്റുള്ളവർ നിറവേറ്റി കൊടുക്കുകയും ചെയ്തു. ഡോക്ടർമാരും അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടി ഒത്തിരിയേറെ കഠിന പരിശ്രമിച്ചു. അങ്ങനെ ആർസ്ലെ വിയാനി എന്ന തൻ്റെ വികാരിയച്ഛൻ അതിൻ്റെ ഓട്ടം പൂർത്തിയാക്കി കൊണ്ട് സ്വർഗത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഒത്തിരി രൂപതാധ്യക്ഷൻ്റെയും അനേകം വൈദികരുടെയും സാന്നിധ്യത്തിൽ ആഗസ്റ്റ് 1859 ആഗസ്റ്റ് 4-ാം തീയതിയായിരുന്നു ജോൺ മരിയ വിയാനി മരിച്ചത്. വിയാനിയത്തിൻ്റെ മൃതശരീരം ആർസിലെ സ്ഥാപിയോ യോഹന്നാന്റെ പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കി കല്ലറയിൽ സംസ്കരിച്ചു. മരണാനന്തര ചടങ്ങുകൾക്ക് ബെല്ലിയിലെ മെത്രാനാണ് കാർമ്മികത്വം വഹിച്ചത്. അന്ത്യജനങ്ങൾ അർപ്പിക്കാനായിട്ട് ആയിരങ്ങൾ അവിടെ എത്തി. തുടർന്നുള്ള ദിവസങ്ങളും ഭക്തജനപ്രവാഹം നിലച്ചില്ല. വിയാനിയച്ഛൻ്റെ മധ്യസ്ഥയിൽ ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു. അങ്ങനെ നാമകരണ നടപടികൾക്ക് അങ്ങനെ തുടക്കം കുറിച്ചു. 10-ാം പീയൂസ് മാർപ്പാപ്പ 1905 ജനുവരി 8-ാം തീയതി വിയാനിയച്ഛന് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1925 മെയ് 31-ന് പീയൂസ് 11-ാം മാർപ്പാപ്പ ജോൺ മരിയ വിയാനിയെ വിശുദ്ധ ഗണത്തിൽ ഉയർത്തപ്പെട്ടു. വിയാനിയച്ഛനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച അവസരത്തിൽ ഇടവവൈദികരെ മാതൃകയാക്കണമെന്ന് 10-ാം പീയൂസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചു. 4 നൂറ്റാണ്ടിന് ശേഷം 1929-ലാണ് പീയൂസ് 11-ാമൻ മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനിയെ ഇടവവൈദികരെ മധ്യസ്ഥനായിട്ട് സ്വർഗീയ മധ്യസ്ഥനായിട്ട് ഔദ്യോഗികമായി പ്രഘോഷിച്ചത്. പഠിക്കുന്ന കാലത്ത് ആരുമല്ലാത്തവനും ഒന്നുമല്ലാത്തവനുമായി അവഗണിക്കപ്പെട്ടവനായിരുന്ന അങ്ങനെ ആ വ്യക്തി ആഗോളതലത്തിൽ ആദരിക്കപ്പെടുന്നവനായിട്ട് അറിയപ്പെടാനായിട്ട് ദൈവം ഇടയാക്കി. വിശ്വാസാനുസൃതവും വിനയാനിതവുമായ ഒരു വിശുദ്ധ ജീവിതമാണ് ജോൺ മരിയ വിയാനി നയിച്ചത്. തൻ്റെ പ്രസംഗം കൊണ്ടുള്ള കഴിവുകൊണ്ടോ അദ്ദേഹം ഇത്ര പ്രശസ്തനായി തീർന്നത്. കുർബാനയുടെ മുമ്പിൽ നീണ്ട മണിക്കൂറുകൾ ത്യാഗപൂർണമായി അദ്ദേഹം പ്രാർത്ഥിച്ചു. ജോൺ മരിയ വിയാനിയിലുള്ള വിശുദ്ധിയാണ് ആ ആർസന പട്ടണത്തെ ഇത്ര ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണമായി തീർന്നത്. ഈശോയിലെ അടിയുറച്ച രീതിയിലുള്ള വിശ്വാസം, ഈശോയിലുള്ള അദ്ദേഹത്തിനുള്ള സ്നേഹം, ഈശോയ്ക്ക് വേണ്ടി സ്വന്തമായ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു. സ്വന്തം സമ്പത്തും സൗന്ദര്യം കൊണ്ടുമെല്ലാം വിദ്യാഭ്യാസം കൊണ്ടുമെല്ലാം
പ്രാവീണ്യമായ തൻ്റെ പ്രസംഗം കൊണ്ടൊന്നുമല്ല ജോൺ മരിയ വിയാനി ജനങ്ങളെ നേടിയത്. ഈശോയോടുള്ള അനന്യസാധാരണമായ സ്നേഹത്തിൽ, വിശുദ്ധിയിൽ, സുവിശേഷത്തോടുള്ള വിശ്വസ്തതയിൽ ആണ് അദ്ദേഹം ജോൺ മരിയ വിയാനിയും ആർസിനെ സ്വർഗതുല്യമാക്കി തീർത്തത്. അതുപോലെ നാമും നമ്മൾ ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ ഈശോയ്ക്ക് അനുഭവിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് സാധിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് നമ്മുടെ ഓരോ ജീവിതവും ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. വിശ്വാസത്തിലും വിശുദ്ധിയിലും സുവിശേഷത്തോടുള്ള അവിശ്വസ്തതയിലും പരിശുദ്ധിയിലും ഒക്കെ ജീവിക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട്, നമ്മളുടെ ഓരോരുത്തരിലും ഈശോയെ മറ്റുള്ളവർ കണ്ടുമുട്ടാനായിട്ട്, മറ്റുള്ളവർക്ക് ഈശോയെ അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറാനായിട്ട് അങ്ങനെ പുണ്യപൂർണ്ണതയിലേക്ക് എത്താനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക കണ്ട് മറ്റുള്ളവർക്ക് ഈശോയിലേക്ക് ആനയിക്കാനായിട്ട് നമുക്ക് പൂർണ്ണമായി ഈശോയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെയും കാതുകളെയും അധരങ്ങളെയും ഈശോയെയും അങ്ങ് തിരക്ത് കൊണ്ട് കഴുകി വിശദീകരിക്കണമേ. ഞങ്ങൾ ചിന്തകളെയും എല്ലാം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാനായിട്ട്, ഞങ്ങളെ പൂർണ്ണമായും വിശുദ്ധരാക്കി തീർക്കാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയിലേക്ക് നയിക്കുന്ന ഞങ്ങളെ നടത്തണമേ. ആർസ് എന്ന കുഗ്രാമത്തെ ആത്മീയമായ ശോഭയാൽ പ്രകാശിപ്പിക്കാനായിട്ട് മധ്യകാലഘട്ടത്തിൽ പ്രശോഭിച്ച ക്രിസ്തീയ ആത്മീയതയ്ക്ക് പുതിയൊരു അർത്ഥം കൊടുക്കുകയും പൗരോഹിത്യത്തെ പുതിയൊരു ദിശയിലേക്ക് ചെല്ലുകയും ചെയ്ത ഒരു വികാരിയാണ് ജോൺ മരിയ വിയാനി. ആർസിലെ വിയാനിയെ ആർസിലെ ജനങ്ങൾ വിയാനിയെ കണ്ടപ്പോൾ സ്വർഗത്തിലെ ഈശോ ഭൂമിയിൽ വന്നു തങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് കാണാനായി സാധിച്ചത്. കാരുണ്യപൂർവമായ ആ ഒരു സ്വരം, സ്നേഹത്തോടുള്ള അവരോടുള്ള ആ പെരുമാറ്റം ഒക്കെ കണ്ടപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശ പകർന്നു കൊടുക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ ഒരു പകരക്കാരനായിട്ട് ഈ ഭൂമിയിൽ ജോൺ മരിയ വിയാനി ജീവിച്ചു. അതേപോലെ ഞങ്ങൾക്കും വിയാനി പുണ്യവാന ആത്മാക്കളെ നേടുവാനുള്ള ആ ഒരു തീക്ഷ്ണത നൽകി ഞങ്ങളെ ഒരുത്തരെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയിലും ദൈവാശ്രയബോധത്തിലും എല്ലാം വിശ്വാസത്തിലെല്ലാം ജീവിതം നയിക്കാനായിട്ട് ദൈവത്തിൻ്റെ എല്ലാ പ്രസാദവരങ്ങളും ലഭിക്കുന്ന കുദാശയെന്ന കുമ്പസാരമെന്ന് തിരിച്ചറിയാനും നമ്മളിലുള്ള എല്ലാ പാപവാസനകൾ അവസ്ഥകൾ ദൈവത്തിന് മുന്നിൽ കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പ്രസാദപരാവസ്ഥയിൽ വിശുദ്ധരായി നമ്മൾ തീരുമെന്നുള്ള ബോധ്യത്തിൽ കൂടെ കൂടെ കുമ്പസാരത്തിലേക്ക് അണയുവാനും ഈശോയുടെ സ്ഥാനപതികളാണ് പുരോഹിതർ എന്ന ബോധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ കൃപകളും ഒരു വൈദികനിലൂടെയാണ് നമുക്ക് ഇന്ന് നൽകപ്പെടുന്നത് എന്നുള്ള ബോധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതയാത്രയിൽ ഒരു വൈദികൻ്റെ കൂടാതെ നമുക്കൊരിക്കലും സ്രോതത്തിലെത്താൻ സാധിക്കില്ല എന്നാണ് ജോൺ മരിയ വിയാനി പറയുന്നത്.
വിശ്വാസത്തിൽ നമ്മെ ജനിപ്പിക്കുകയും മാമദീസയിലൂടെ നമ്മളെ തിരുസഭയിൽ അംഗങ്ങളാക്കുകയും ജീവിതത്തിലുടനീളം നമുക്ക് വചനങ്ങൾ നൽകി നമ്മെ പരിപോഷിപ്പിക്കുകയും രോഗാവസ്ഥയിൽ നമുക്ക് വേണ്ടിയും രോഗീലേപനം നൽകി നമ്മെ മരണത്തിൽ നിന്നും ഒരുക്കുകയും ചെയ്യുന്ന, അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തിവരുന്ന വഴിയിലെല്ലാം നമ്മെ സഹായിക്കുന്ന അത് ഒരു വൈദ്യൻ്റെ കരങ്ങളിലൂടെയാണെന്നാണ് ജോൺ മരിയ വിയാനി പറയുന്നത്. ഈശോയുടെ ഹൃദയത്തിൻ്റെ വലിയ സ്നേഹമാണ് ഓരോ പുരോഹിതരും എന്നുള്ള ബോധത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും അങ്ങനെ സഭയ്ക്കും ഒക്കെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ജോൺ മരിയ വിയാനിയുടെ പ്രത്യേകമായ മധ്യസ്ഥം നമുക്ക് ഓരോരുത്തരും യാചിക്കാം. വിശുദ്ധിയിലും ദൈവാശ്രയബോധത്തിലും ജപമാല ഭക്തിയിലും കൂദാശകൾ സ്വീകരിക്കാനും കുമ്പസാരത്തിൽ അണയുവാനും ഞങ്ങൾ ഓരോരുത്തരെയും കൃപ നൽകണമേ. ജോൺ മരിയ വിയാനിയുടെ എളിമയും ത്യാഗത്തിലുള്ള ഒരു പൂർണ്ണമായ ഒരു പ്രാർത്ഥന ചൈതന്യവും ഒരു പുരോഹിതനും നിത്യതയുടെ അടയാളമാണെന്നുള്ള ബോധത്തിൽ ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുള്ള ഉണ്ടെന്നുള്ള ബോധത്തിൽ നമ്മൾ ഭൗതികമായ ഒരു സുഖങ്ങളും മുഴുകി ജീവിക്കാതെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനും ആത്മീയമായ ദൈവാശ്രയബോധത്തിൽ പാപസാഹചര്യങ്ങളെല്ലാം നമ്മൾ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ കൂദാശകളിൽ പൂർണ്ണമായി ആശ്രയിച്ച് ശാരീരികവും മാനസികവുമായ സൗഖ്യങ്ങൾ പ്രാപിച്ച് അനുതാപത്തിലേക്ക് ഹൃദയവിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടുവാനും അനുതാപത്തിൻ്റെ യേശുവിനുള്ള സ്നേഹത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് ജോൺ മരിയ വിയാനിയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോൺ മരിയ വിയാനിയുടെ സകല അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുവാനും ഈശോയുടെ സകല മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് കൃപകളും ദാനങ്ങളും വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ